തിരുവനന്തപുരം SUT ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായാണ് വെഞ്ഞാറമൂട് സ്വദേശിയായ യുവതി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ജൂണിലുണ്ടായ ഒരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ചികിത്സാ ആരോപണമാണ് ഇവർ ആശുപത്രിക്കെതിരെ ഉന്നയിക്കുന്നത്. നമ്മുടെ കൂടെ ഇപ്പോൾ ചേച്ചിയുണ്ട്. ചേച്ചി, എന്താ സംഭവം? കഴിഞ്ഞ ജൂണിലാണ് എനിക്ക് വയറിലൊരു മുഴയായിട്ട് ബന്ധപ്പെട്ട് സർജറിക്ക് വേണ്ടിയിട്ട് ഞാൻ വട്ടപ്പാറ SUT ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അവിടെ ലൈല ഡോക്ടറെ കാണിക്കുകയോ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് സർജറി ആവശ്യമാണ്. അപ്പോൾ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. ജൂൺ 13-ാം തീയതി സർജറി ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ സർജറി കഴിഞ്ഞ് ഒരു 5 ദിവസം കഴിഞ്ഞ് എന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വിട്ടു. 6-ാമത്തെ ദിവസം മുതൽ എനിക്കൊരു ഡിസ്ചാർജ് വന്നു തുടങ്ങി, മീൻസ് ബ്ലീഡിങ് വന്നു തുടങ്ങി. ബ്ലീഡിങ് വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഡോക്ടറെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, ഡോക്ടറെ എനിക്കിങ്ങനെ ബ്ലീഡിങ് ഉണ്ട്. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല വേണി, ഇനി വരുമ്പോഴത്തേക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഒരു 4 ദിവസം കഴിഞ്ഞ് പിന്നെ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വയറിനകത്തുള്ള ഒരു അഴുക്കെല്ലാം പോകുന്നതാണ്, അല്ലാതെ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ല, ഒരു 10-28 ദിവസമൊക്കെ കാണുമായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സമാധാനത്തിൽ തിരികെ വന്നു. അപ്പോൾ തിരികെ വന്നിട്ട് പിന്നെയും എനിക്കിത് ഭയങ്കരമായിട്ട് കൂടുകയും പിന്നെ ബ്ലീഡിങ് എന്ന് പറഞ്ഞത് അത് മാറിയിട്ട് ഒരു പഴുപ്പ് പോലെ വന്നു. അപ്പം ഡോക്ടറെ അടുത്ത് പിന്നെയും ഞാൻ പോയി കാണിച്ചു. അന്നേരം ഡോക്ടർ പറഞ്ഞു അത് അകത്തുള്ള അഴുക്കാണ്, അല്ലാതെ പഴുപ്പൊന്നും അല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞത് ഒരു വേറെ ആൻറ്റിബയോട്ടിക് മാറ്റി തന്നിട്ട് കറക്റ്റ് ഒരു മാസം ആകുമ്പോൾ വരാൻ പറഞ്ഞു. അതിനിടയ്ക്ക് ഞാൻ പിന്നെ ഒരു പ്രാവശ്യം കൂടെ പോയിരുന്നു, തീരെ വയ്യാതായപ്പോൾ. അപ്പോഴും പിന്നെ എനിക്ക് വേറെ ആൻറ്റിബയോട്ടിക്കൊക്കെ തന്നിട്ട് തിരിച്ചു വിട്ടു. 1 മാസം കറക്റ്റ് ചെന്നപ്പോൾ 5 ദിവസം അവിടെ കിടക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞാൻ 5 ദിവസം അവിടെ കിടക്കുകയും ഒരു ആൻറ്റിബയോട്ടിക് എനിക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് 2 നേരമായിട്ട്, ഒരു ദിവസത്തിൽ 2 നേരമായിട്ടാണ് തന്നുകൊണ്ടിരുന്നത്. ഈ 5 ദിവസം കഴിഞ്ഞ് ഈ മരുന്നെല്ലാം കഴിഞ്ഞ് തന്നെ പിന്നെയും തിരിച്ച് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വിട്ടു. വീട്ടിൽ വിട്ടിട്ട് പിന്നെയും ഇതിങ്ങനെ കൂടിക്കൊണ്ട് വരുന്നതല്ലാതെ വേദനയും വിഷമവും ഒക്കെ കൂടി വരുന്നതല്ലാതെ കുറവൊന്നുമില്ല. പിന്നെ ഞാൻ ഒരിക്കൽ കൂടി ഡോക്ടറെ കാണാൻ പോയി. അന്നേരം ഡോക്ടർ പറഞ്ഞു ഇത് നിൽക്കും വേണി, ഇതിൻ്റെ അകത്തുള്ള അഴുക്കെല്ലാം ഒരുപാട് പോവാനുണ്ട്, അതുകൊണ്ട് പോകുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. ഹസ്ബൻഡിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ തീരെ എനിക്ക് വയ്യാതായി. അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞപ്പോൾ പുള്ളി നാട്ടിലേക്ക് വന്നു, എന്നെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം. വന്നിട്ട് ഡോക്ടറെ അടുത്ത് പിന്നെയും നമ്മൾ പോയി ഡോക്ടർ നോക്കിയിട്ട് പറയുന്നു അത് ചിലപ്പോൾ അകത്തുള്ള സ്റ്റിച്ചിങ് എല്ലാം അലർജി ആയിരിക്കും, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നം വന്നതായിരിക്കും എന്ന് പറഞ്ഞു. ലൈല ഡോക്ടറാണോ പറഞ്ഞത്? അതെ, തീർച്ചയായിട്ടും ലൈല ഡോക്ടറെ തന്നെയാണ് കാണിച്ചത്. ഇതെല്ലാം അതായത് നമ്മളിവിടുന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് വരെയും ലൈല ഡോക്ടറെ തന്നെയാണ് പോയി കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിങ്ങനെ അകത്തുള്ള സ്റ്റിച്ചെല്ലാം പഴുത്തതായിരിക്കും, അതിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു അതിനൊരു നിർത്തിണ്ടാവില്ലേ ഡോക്ടറെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെയും കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SITയിൽ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അപ്പം തന്നെ അവർ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോവുകയും ഈ സ്കാൻ ചെയ്ത് അന്നേരം തന്നെ അവിടെ പറഞ്ഞു വയറിനകത്ത് എന്തോ ഉണ്ട്. പക്ഷേ ഈ സ്കാൻ ചെയ്യണതിന് മുന്നേ എന്നെ 2 PG സ്റ്റുഡൻസാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നോക്കിയത്. അപ്പോൾ ആ കുട്ടികൾ അന്നേരം തന്നെ പറഞ്ഞു വയറിനകത്ത് ഇതിങ്ങനെ കോട്ടൺ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ കോട്ടൺ ആണോ എന്ന് ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഈ കുട്ടികൾ ഒന്നും പറയാതെ പോയി. പിന്നെ എല്ലാം ഇങ്ങനെ വന്നിട്ട് PG കുട്ടികളാണ് പറഞ്ഞത് വയറിനുള്ളിൽ കോട്ടൺ ആണ്. അതെ PG കുട്ടികളാണ് ഇങ്ങനെ വയറിനുള്ളിൽ കോട്ടൺ ഉണ്ടെന്ന് പറഞ്ഞത്. അന്നേരം എന്നിട്ട് അപ്പം തന്നെ എന്നെ സ്കാൻ ചെയ്യാൻ വിട്ടു. സ്കാനിങ്ങിൽ ഒരു ഫോറിൻ ബോഡി ഉണ്ട് എന്ന് പറഞ്ഞു അവർ. പിന്നെ അന്നേരം തന്നെ എന്നെ സർജറി ചെയ്തു. അന്നേരം സർജറി ചെയ്തിട്ട് പക്ഷേ ഈ ഡോക്ടേഴ്സെല്ലാം ഞാൻ എവിടെ ചെന്നിട്ടാണ് ഇത് ആദ്യം സർജറി ചെയ്തത്, ആരാണ് സർജറി ചെയ്തതെന്ന് ആദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വട്ടപ്പാറ SUTയിലാണ് സർജറി ചെയ്തത്, ഡോക്ടർ ലൈലയാണ് എനിക്ക് സർജറി ചെയ്തതെന്ന് പറഞ്ഞു. അതിനുശേഷം ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളുടെ അടുത്ത് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ സർജറി ചെയ്തിട്ട് സർജിക്കൽ മോപ്പാണ് വയറിനകത്ത് ഉണ്ടായിരുന്നത് എന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തോ എൻ്റെ മമ്മിയുടെ അടുത്തോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. അതുമല്ല വയറിനകത്ത് എന്താണ് ഉണ്ടായിരുന്നതെന്ന് ഇവരെ കാണിച്ചിട്ടുമില്ല. സർജറി ചെയ്താൽ സാധാരണ അങ്ങനെ കാണിക്കുന്ന ഒരു പതിവുണ്ട്, അങ്ങനെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അറിവ് അങ്ങനെയാണ്. പക്ഷേ ഇവർ കാണിച്ചതുമില്ല, എല്ലാം ഇങ്ങനെ ഒളിച്ചു വെച്ചു. നമുക്ക്
റിപ്പോർട്ട്സ്, അതായത് നമ്മുടെ ഈ ഫയലൊന്നും നമ്മുടെ കയ്യിലൊന്നും അവർ തരത്തില്ല. നമുക്ക് മാത്രമാണത്. ബാക്കിയുള്ള പേഷ്യൻസിൻ്റെ എല്ലാം ഫയലെല്ലാം കയ്യിൽ കൊടുക്കും, നമുക്കൊന്നും ഫയലൊന്നും തരത്തില്ല. പക്ഷേ ഇതിന് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് അവിടെ തന്നെ 13 ദിവസം അവിടെ ഞാൻ അഡ്മിറ്റായിരുന്നു. 5 ദിവസം ICUവിലായിരുന്നു. 5-ാമത്തെ ദിവസം തന്നെ ICU എന്ന് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്ക് മാറ്റി. അപ്പോൾ ഈ ലൈല ഡോക്ടർ എന്നെ കാണാനായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടർ എങ്ങനെയാണ് ഇവിടെ വന്നത്, എങ്ങനെ അറിഞ്ഞു ഞാനിവിടെ ഉണ്ടെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഇവിടെ ഉള്ളതെല്ലാം എൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഡോക്ടർക്ക് അത്രയും ഹോൾഡുണ്ട് അവിടെ. അപ്പോൾ നമ്മളിപ്പം വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് എല്ലാം എഗെയിൻസ്റ്റായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ അന്നേരം ഒന്നും മിണ്ടിയില്ല. ആ ഒരു ചികിത്സയെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് വേണമല്ലോ, അതുകൊണ്ടൊന്നും മിണ്ടിയിട്ടില്ല. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടാണ് നമ്മളിങ്ങനെ കേസ് കൊടുത്തത്.